നമുക്ക് ഇതേപോലെ വിനാഗിരി, ഒരു 5-6 വെളുത്തുള്ളി, അതേപോലെ 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പല്ലി, എലി, പാറ്റ, ഉറുമ്പ് എല്ലാത്തിനും ഒന്നാം തരം ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ ഇതിൻ്റെ തൊലി നമുക്ക് പെട്ടെന്ന് കളയണമെങ്കിൽ, വെളുത്തുള്ളിയുടെയൊക്കെ തൊലി കളയണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. അതിൻ്റെ ആ നെടുക ഇതേപോലെ ഒന്ന് കീറി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഒലിച്ചെടുക്കാനായിട്ട് പറ്റും. കണ്ടോ? അപ്പം ഇതേപോലെ നമുക്ക് എത്ര വെളുത്തുള്ളി നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾ തൊലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ നെടുക ഇതേപോലെ ഒന്ന് കീറി കൊടുക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെയൊക്കെ തുരത്താം. അപ്പോൾ ഇത് ഒരൊറ്റ സ്പ്രേ മാത്രം മതി, ഈ ഒരെണ്ണം ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇപ്പോൾ വിനാഗിരിയും പച്ചമുളകും അതേപോലെ വെളുത്തുള്ളിയും, പിന്നെ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിനനുസരിച്ചുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് അതേപോലെ തന്നെ പാമ്പ്, എലി മുറ്റത്തൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ചെടി വെക്കുന്ന ഭാഗത്തും എല്ലാം ഇതൊന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ശല്യമേ ഉണ്ടാകില്ല. കാരണം അതുങ്ങളൊന്നും പിന്നെ വരില്ല, ഇതിൻ്റെ ഒരു മണം അടിച്ചിട്ട്. അപ്പം ഇതേപോലെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേരുമ്പം ഭയങ്കര ഒരു എഫക്റ്റാണ്. കാരണം മുളക് ചതക്കുമ്പോൾ തന്നെ നല്ല എരിവുള്ള മുളകാണ്. എരിവുള്ള മുളക് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് ചതച്ച ആ വെള്ളം നമുക്ക് വിനാഗിരിയൊക്കെ ചേർത്തിട്ട് മുറ്റത്തൊക്കെ തളിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ സിങ്കിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റാണ്. അതൊന്നും അത് വരത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ വിനാഗിരിയാണ് എടുക്കുന്നത്. അപ്പം ഒരു 1/4 കപ്പ് ഉണ്ടോ വിനാഗിരി എടുക്കുകയാണ്. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ എടുക്കാം. 1/4 കപ്പ് വിനാഗിരിക്ക് 1/2 കപ്പ് വെള്ളം. ഇനി നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം. വെള്ളവും വിനാഗിരിയും കൂടെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആ ചതച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു എഫക്റ്റാണ്. പണ്ടൊക്കെ നമ്മൾ മുറ്റത്ത് പാമ്പൊക്കെ വരാതിരിക്കാൻ മണ്ണെണ്ണയൊക്കെ ഒഴിക്കുമായിരിക്കും. അപ്പോൾ അത് നല്ലതാണ്, മണ്ണെണ്ണ എലി വരാതിരിക്കാനൊക്കെ. അതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് എലിയൊന്നും വരില്ല. അപ്പോൾ മണ്ണെണ്ണയൊന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് നമ്മൾ വിനാഗിരി ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ മുറ്റത്തൊക്കെ തളിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതേപോലെ നമുക്കൊരു സ്പ്രേയിലായിട്ട് അരിച്ച് മാറ്റിയെടുക്കാം. ഞാൻ അരിച്ച് കൊടുത്തത് നമ്മുടെ സ്പ്രേ കുപ്പിയിലോട്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ സാധാ ഒരു കുപ്പിയിൽ മൂടിയ ഹോളിട്ടിട്ട് ഇതേപോലെ ആക്കിയിട്ട് വേണേലും എവിടെ വേണേലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കിച്ചണിൽ പല്ലിയൊക്കെ വരുന്ന ഭാഗത്ത്, പാറ്റയൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ചെടിയുടെ ഭാഗത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കയറി കിടക്കും, പാമ്പൊക്കെ കയറി കിടക്കുന്നതിന് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും അങ്ങനെ ഒരു ശല്യം തന്നെ ഉണ്ടാവില്ല. ആ ഒരു സ്മെല്ലടിച്ചിട്ട് നമ്മൾ ഭാഗത്തുനിന്ന് തന്നെ അങ്ങ് പോയിക്കോളും. അയൽവക്കത്തുനിന്ന് തന്നെ നമുക്ക് ഇതിനെല്ലാം മാറ്റാൻ പറ്റും. കാരണം അത്ര നല്ലൊരു എഫക്റ്റാണ് ഇതിന്. അപ്പോൾ ഇതുപോലെ നമ്മൾ സിങ്കിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന പാറ്റ കുഞ്ഞ് അതിനെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാം. എന്നിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി.